എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ചാണ്. നമുക്ക് രാവിലത്തെ ഭക്ഷണമായിട്ടും 4 മണിക്ക് ചായക്കൊപ്പവും ഈ സാൻഡ്വിച്ച് നമുക്ക് കഴിക്കാം. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ സാൻഡ്വിച്ചിനായിട്ട് ചില വെജിറ്റബിൾസൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ടൊമാറ്റോ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തെ നീരും അതിൻ്റെ പുരുവും മാറ്റിയിട്ട് വേണം നമ്മൾ അരിയാൻ. പിന്നെ ഒരു ചെറിയ സവോള, പിന്നെ നമുക്ക് വേണമെങ്കിൽ കുക്കമ്പർ, ക്യാപ്സിക്കം ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാനിപ്പോൾ ഈ 3 വെജിറ്റബിൾസ് എടുക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ വെജിറ്റബിളിലേക്ക് ഞാൻ 2 സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടറിൻ്റെ സ്ഥാനത്ത് നമുക്ക് ചീസോ മയണൈസോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരല്പം എരിക്ക് വേണ്ടി ഒരല്പം പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ സ്ഥാനത്ത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഇച്ചിരി പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ 4 സ്ലൈസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരികെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. വെജിറ്റബിൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് കഷ്ണത്തിലും ഫില്ലിങ് നിരത്തിയിട്ടുണ്ട്. ഇനിയും മറ്റേ പീസിട്ട് നമുക്കിതൊന്ന് അടയ്ക്കാം. നല്ലതായിട്ട് പ്രസ് ചെയ്ത് അടയ്ക്കണം. ഇനി നമുക്കിത് ഇങ്ങനെ വേണേൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടി നമുക്കിത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാം. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങളെയൊക്കെ നമുക്കിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിക്കും. അവർക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും പറ്റിയൊരു വിഭവമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ഗുഡ് ബൈ.